പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകും. ചിലപ്പോൾ ജോലിയിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ കൈക്കൂലി വാങ്ങാൻ തോന്നും, അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ കള്ളത്തരം കാണിക്കാൻ തോന്നും. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ജഡത്തിൻ്റെ ആസക്തി, കണ്ണുകളുടെ ദുരാശ, ചിന്തകൾ വഴി ഒത്തിരി പ്രലോഭനങ്ങളുണ്ടാകാം. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ചിലപ്പോൾ ഭംഗം വരാനായിട്ട് ഇടയാകും. അതുപോലെ നമ്മുടെ ജീവിതാന്തസ്സിന് ചേരാത്ത വിധത്തിലുള്ള പ്രലോഭനങ്ങൾ ചിലപ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. അപ്പോൾ നമ്മൾ ഭയപ്പെടരുത്, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാൻ വേണ്ട കൃപ കർത്താവ് നമുക്ക് നൽകും. 1 കൊരിന്തോസ് 10:13. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അപ്പോൾ കർത്താവ് നമുക്ക് നൽകും എല്ലാത്തിനും അതിജീവിക്കാൻ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ കൊണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് കഴിയുമ്പോൾ കർത്താവ് നമുക്ക് അവിടുത്തെ ആത്മാവിന് വീണ്ടും ഇരട്ടിയായി നൽകും. നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരും, നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു തരും, കടബാധകൾ മാറും, രോഗങ്ങൾ മാറും. പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.